നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കുമാർ സംഗക്കാര രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമോ? ഈ ഒരു ചോദ്യം ഇപ്പോൾ IPL ആരാധകരുടെ ഇടയിലുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില കാര്യങ്ങളാണ്. ഇംഗ്ലണ്ട് അവരുടെ ഹെഡ് കോച്ചായിട്ട് കുമാർ സംഗക്കാരയെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു റൂമർ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ക്രിക്ബസ് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അതിലവർ പറയുന്നത് IPL രാജസ്ഥാൻ റോയൽസിന്റെ തലപ്പത്തും മാറ്റങ്ങൾ ഉണ്ടായേക്കും. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് കുമാർ സംഗക്കാരയെ അവരുടെ വൈറ്റ് ബോൾ സൈഡിന്റെ ഹെഡ് കോച്ചായിട്ട് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ റോയൽസിൽ ഒരു മാറ്റമുണ്ടാകും. അപ്പം അങ്ങനെ ആ ഒരു മാറ്റം സംഭവിച്ചില്ല. അതായത് സംഘ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ രാഹുൽ ദ്രാവിഡ് അവിടെ പരിശീലക സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ദ്രാവിഡ് ഹാഡ് പ്രീവിയസ്ലി കോച്ച്ഡ് ദി ജയ്പൂർ ഫ്രാഞ്ചൈസ് ബിഫോർ ജോയിനിങ് ദി BCCI സെറ്റപ്പ് എന്നുള്ള കാര്യം അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിട്ട് കുമാർ സംഗക്കാര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ ഹാപ്പിയാണ്. എന്നാൽ ഇംഗ്ലീഷ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അവസരം ലഭിച്ചാൽ എന്ത് ചെയ്യും? അതെന്തായാലും അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹം റിജക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ESPN ക്രിക്കറ്റ് ഇൻഫോ കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയയോട് ഈ അടുത്ത് സംഘ സംസാരിച്ചത് ഇങ്ങനെയാണ്: വെൽ, ഐ നോ മൈ നെയിം ഹാസ് ബീൻ മെൻഷൻഡ് ഫോർ സം റീസൺ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നാൽ ഇതുവരെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഒന്നും വന്നിട്ടില്ല. ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ജോബ് എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും. ബട്ട് മറ്റ് നല്ല കാൻഡിഡേറ്റ്സും അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഞാൻ ഹാപ്പിയാണ്. രാജസ്ഥാൻ റോയൽസിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് അതെല്ലാം വളരെയധികം ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിൽ ഹാപ്പിയാണെന്ന് പറയുമ്പോഴും ഇംഗ്ലണ്ടിന്റെ ഓഫർ വന്നാൽ അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല, ഞാൻ രാജസ്ഥാനിൽ തന്നെ തുടരുകയാണെന്ന തരത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം സംഘ റോബ് കീയുമായിട്ട് വളരെ ക്ലോസ് ആണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിന്റെ മെൻ സൈഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ECB കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റോബ് കീ ആണ്, റോബർട്ട് കീ. കൂടാതെ തന്നെ ജോസ് ബട്ട്ലറുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരൻ കൂടിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് ടീമിന്റെ പരിശീലകനായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ECB പ്രതികരിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് കുറച്ച് പ്രോസസ്സിലൂടെ കടന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോ ഏതായാലും ട്രസ്കോത്തിക്കിനെ അടുത്ത 5 മത്സരങ്ങളുടെ ODI സീരീസ് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ അതിനു വേണ്ടിയിട്ട് ഇൻട്രിം കോച്ചായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും സംഘ രാജസ്ഥാൻ റോയൽസിന്റെ തലപ്പത്ത് നിന്ന് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ ക്രിക്ബസ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ആശിഷ് നെഹ്റയുടെ കാര്യം GT അൺസർട്ടൻ ആണ് എന്നതുകൂടി പറയുന്നു. ഒരു അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.